ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ടും നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ടും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടും ചൊല്ലേണ്ട ഒരു ഒറ്റവരി തിരുനാമത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയും, തിരുനാമം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്ന ഒന്നാണ്. അതിന് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ആദ്യമെല്ലാം ചൊവ്വാഴ്ച വഴിപാട് എന്ന് പറയുന്നത് വളരെ അപൂർവം ചിലർ മാത്രമേ ചെയ്തു വന്നിരുന്നുള്ളൂ. പക്ഷേ ഇന്നാകട്ടെ ചൊവ്വാഴ്ച വഴിപാട് എന്ന് പറയുന്നത് അതും പ്രധാനമായിട്ടും മുരുക ഭഗവാനെയും കാളിദേവിയെയും വഴിപാട് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയെ അറിയപ്പെടുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുമാത്രമല്ല നമുക്ക് വേറെ ഏത് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെയാണെങ്കിലും അതിനെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടാണ് മുരുക വഴിപാട് എന്ന് പറയുന്നത്. ചൊവ്വ ഹോര സമയം എന്നറിയപ്പെടുന്ന രാവിലെ 6 മുതൽ 7, ഉച്ച സമയം 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ നമ്മൾ പരിപ്പ് ദീപം, വെറ്റില ദീപം എല്ലാം തെളിയിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വരുന്നവരും മുരുക ഭഗവാന്റെ വേൽമാറൽ മഹാമന്ത്രവും തിരുപ്പുകഴും അതുപോലെ തന്നെ കന്തർ അനുഭൂതിയും കന്തർ അലങ്കാരവും ജപിച്ചു വരുന്നവരും ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ചിലർ പറയും, എനിക്കും ആഗ്രഹമുണ്ട് മാം, പക്ഷേ എനിക്കതിനൊന്നും സമയം കിട്ടുന്നില്ല. വീട്ടിലെ ജോലികളും അതുപോലെ ജോലി സ്ഥാപനങ്ങളിലെ ജോലികളും എല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും തന്നെ ഒരു സമയമാകുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്നെല്ലാം പലരും ചോദിക്കുന്നുണ്ട്. ഒരു പരിഹാര മാർഗവും വേണ്ട, ഒരു താന്ത്രികവും വേണ്ട, ഒരു വഴിപാടും വേണ്ട. മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് മനസ്സുരുകി മുരുക എന്ന് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചാൽ മതി. എത്രമാത്രം ഉള്ളുരുകിക്കൊണ്ട് മുരുക 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 എന്ന് നമ്മൾ വിളിക്കുന്നുവോ അത്രയും വേഗതയിൽ മുരുക ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ മനസ്സറിയുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും ചെയ്യുന്നതായിരിക്കും. മുരുക ഭഗവാൻ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രധാനമായിട്ട് പല വീഡിയോകളിലൂടെയും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ഞാൻ എൻ്റെ ഒരു ഉദാഹരണവും അനുഭവവും ഞാനിവിടെ പറയാം. കഴിഞ്ഞ ശിവരാത്രി ദിവസത്തിൽ 2 ദിവസത്തിന് മുന്നേ ഞാൻ മനസ്സിൽ കരുതി ഇന്ന് പഴനി ക്ഷേത്ര ദർശനം നടത്തണം. കാരണം എല്ലാവരും ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ പഴനി ക്ഷേത്രത്തിലൊന്ന് പോയി വരാം, തിരക്കുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിൽ കരുതി. അതുപോലെ തന്നെ എനിക്ക് പോകുവാൻ സാധിച്ചു, ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിച്ചു. ഒരു തവണ കണ്ട് മതിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് 2ാമത്തെ തവണ ഭഗവാനെ വൈദീശ്വരൻ്റെ വേഷത്തിൽ ദർശനം ചെയ്യുവാൻ സാധിച്ചു. സത്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ എന്താണോ കാണുന്നത് അത് അതേപടി എനിക്ക് നിറവേറ്റി തരുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെയാണ്. കാരണം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മുരുകക്ഷേത്ര ദർശനം ഞാൻ സാധാരണ ശിവരാത്രി ദിവസത്തിലാണെങ്കിലും സമയങ്ങളിലെല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോയി തൊഴുതും. അങ്ങനെ തൊഴുതിരിക്കുമ്പോൾ മുരുക ഭഗവാനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് അങ്ങയെ കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ പ്ലാനിങ് എല്ലാം മാറിപ്പോകാം, അല്ലെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറ്റിയെന്ന് വരില്ല, ചില സമയത്ത് ഒരുപാട് പ്ലാൻ ചെയ്താലും പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ മുഖാന്തരം നമുക്ക് പെട്ടെന്ന് ചെന്നെത്താൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ ഞാൻ മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഞാൻ ഭോഗരുടെ സന്നിധി നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. ഞാൻ ഭോഗരോടാണ് ചോദിച്ചത്, എനിക്ക് അവിടെ വരണം, ദർശനം ചെയ്യണം, തിരുവാതിരൻകുടി വരണം, ഭഗവാനെ കാണണം, ബാലസുബ്രഹ്മണ്യനെ കാണണം എന്നെല്ലാം എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, ഏത് കാര്യങ്ങളാണെങ്കിലും ഭഗവാനോട് പറയും, എനിക്കിതാണ് ആവശ്യം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നെല്ലാം ഞാൻ നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ഞാൻ സംസാരിക്കും. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നേരെ പഴനിയിലേക്ക് യാത്ര പിടിപ്പിച്ചു. അവിടെ ചെന്ന് തിരുവാതിരൻകുടി ഭഗവാനെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് ഇവിടെ ഇടാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് തിരുപ്പുകൾ അപകാരം നിന്ദപ്പെട്ടുഴലാതെ എന്ന് തുടങ്ങുന്ന നമ്മുടെ തിരുവാതിരൻകുടി തിരുപ്പുകൾ. ഈ തിരുപ്പുകളിനെ കുറിച്ച് നേരത്തെ നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്.
അതുമാത്രമല്ല നമുക്കവിടെ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികളുടെ സന്നിധിയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. പിന്നെ ഞാൻ അകത്തൊന്നും എടുക്കില്ല, സാധാരണ ഞാൻ എപ്പോഴും വീഡിയോ അകത്തൊന്നും പോയി എടുക്കാറില്ല. അങ്ങനെ നമ്മൾ അവിടെയെല്ലാം തൊഴുത് അണ്ണാമലയാരെയും ഉണ്ണാമല ദേവിയെയും എല്ലാം തൊഴുത് നമ്മൾ നമ്മുടെ ബാലദണ്ഡായുധപാണി സ്വാമിയെ കാണുവാനായിട്ട് കയറി. ഭഗവാനെ വൈദീശ്വരൻ്റെ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. നല്ല രീതിയിൽ തൊഴുതു. ഭഗവാൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അവിടെ വേൽമാറൽ മഹാമന്ത്രം ജപിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഭോഗർ സ്വാമിയുടെ സന്നിധി ദർശനം ചെയ്യുവാനെല്ലാം സാധിച്ചു. ഇതെല്ലാം പെട്ടെന്നുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇവിടെ എടുത്തു പറയാൻ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തെന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വഴിപാടുകൾ ചെയ്യുന്നു, മന്ത്രങ്ങൾ ജപിക്കുന്നു എന്നതിലല്ല, മനസ്സിൽ എപ്പോഴും മുരുക ഭഗവാനെ കരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഭഗവാൻ അറിഞ്ഞ് നിറവേറ്റി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങൾ. നിങ്ങൾക്കുണ്ടായ ചെറുതോ വലുതോ ആയ അനുഭവങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യൂ. ഞാനും അതെല്ലാം വായിച്ചറിയാം. കാരണം മുരുക ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഇന്ന് ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് മന്ത്രങ്ങൾ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും മുരുക എന്നുള്ള മന്ത്രം ജപിക്കാം. എങ്കിലും ഓരോ ദിവസങ്ങൾക്കും നമ്മൾ ഓരോ പുതിയ മന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉറങ്ങുന്നതിന് മുന്നേ 36 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഈ തിരുനാമം മനസ്സുരുകിക്കൊണ്ട് ഏതൊരു ആഗ്രഹമാണെങ്കിലും ഒരൊറ്റ ആഗ്രഹം മുൻനിർത്തുക. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഓരോ മന്ത്രം ജപിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടും. നമ്മൾ എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടണമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ച് നിറവേറി കിട്ടുവാൻ താമസമെടുക്കും എന്നുള്ള കാരണം കൊണ്ടാണ് ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉടൻ നിറവേറി കിട്ടണമെന്ന് നമ്മൾ മനസ്സിൽ ഉരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഈ മന്ത്രം ജപിച്ചാൽ ഉടൻ തന്നെ അത് നിറവേറി കിട്ടും. എത്ര തവണ വേണമെങ്കിലും ചൊല്ലാമെങ്കിലും എണ്ണം കണക്കിലെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 36 പ്രാവശ്യമോ 51 തവണയോ 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 1008 പ്രാവശ്യമോ നമുക്ക് മുരുക ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മുരുക മന്ത്രം എന്ന് പറയുന്നത് ശ്രീമദ് പാമ്പൻ സ്വാമികൾ എഴുതിയ കുമാരസ്തവത്തിലെ ഒരു മന്ത്രമാണ്, ഒരു വരി മന്ത്രമാണ്. ഓം ഷൺമുഖ പദയേ നമ, ഓം ഷൺമുഖ പദയേ നമ, ഓം ഷൺമുഖ പദയേ നമ. കുമാരസ്തവത്തിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഓം ഷൺമുഖ പദയേ നമോ നമ, ഓം ഷൺമത പദയേ നമോ നമ, ഓം ഷഡ്ഗ്രീവ പദയേ നമോ നമ, ഓം ഷഡ്ഗ്രീഡ പദയേ നമോ നമ, ഓം ഷഡ്കോണ പദയേ നമോ നമ, ഓം ഷഡ്ഘോഷ പദയേ നമോ നമ, ഓം നവനിധി പദയേ നമോ നമ, ഓം ശുഭനിധി പദയേ നമോ നമ, ഓം നരപതി പദയേ നമോ നമ, ഓം സുരപതി പദയേ നമോ നമ തുടങ്ങുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഓം ഷൺമുഖ പദയേ നമോ നമ എന്നുള്ള മന്ത്രമാണ്. ഷൺമുഖർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും, അതായത് നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം, തിരുച്ചെന്തൂർ ഷൺമുഖരാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. കാരണം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഷൺമുഖരുണ്ടെങ്കിൽ പോലും തിരുച്ചെന്തൂർ ഷൺമുഖർ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ തരുന്ന ഒരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. ഭഗവാനെക്കുറിച്ച് മനസ്സിൽ കരുതുമ്പോഴേക്കും തന്നെ നമുക്ക് സന്തോഷവും സമാധാനവും തേടിയെത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഓം ഷൺമുഖ പദയേ നമോ നമ എന്നുള്ള മന്ത്രമാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പൂജാമുറിയിൽ കയറണമെന്നില്ല. അതുപോലെ നമ്മൾ ദീപം തെളിയിക്കണം, വഴിപാടുകൾ ചെയ്യണമെന്നൊന്നുമില്ല. വെറും മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭഗവാനെയാണ്, നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മുരുകക്ഷേത്രമുണ്ടെങ്കിൽ അവിടുത്തെ ഭഗവാന്റെ രൂപമാണ് മനസ്സിൽ വരുന്നത്. ഇനി അഥവാ നമ്മൾ ഇടുന്ന വീഡിയോകളിലൂടെയുള്ള ഭഗവാന്റെ രൂപമാണ് മനസ്സിൽ വരുന്നത്. ഇനി പഴനി ബാലദണ്ഡായുധപാണി സ്വാമിയുടെ രൂപമാണ് മനസ്സിൽ വരുന്നത്. എന്തും ആയിക്കോട്ടെ, മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ഷൺമുഖ പദയേ നമ എന്നുള്ള ഈ മന്ത്രം ജപിക്കുക. ഇനി എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പേജ് മുഴുവനായിട്ടും എഴുതാവുന്നതാണ്. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓം ശരവണഭവ എന്നുള്ള ആ മന്ത്രം ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ തൈപ്പൂയം മുതൽ എഴുതിയിട്ട് അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം മെസ്സേജ് ഇട്ടിരുന്നു. അവർക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, നിർത്തണ്ട, തുടർച്ചയായി എഴുതുക. നിങ്ങൾ ജീവിതത്തിൽ ഇനിയും ഉയരങ്ങളിലെത്തും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഭഗവാൻ തന്ന് അനുഗ്രഹിക്കും. നമുക്കും എഴുതാം. നമ്മുടെ എന്ത് ആവശ്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിലും, ഇനി അഥവാ ആവശ്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും, ആവശ്യങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എങ്കിലും പോലും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നമുക്ക് എഴുതാവുന്നതാണ്. അതായത് നമ്മുടെ പാമ്പൻ സ്വാമികൾക്ക് ആദ്യമായിട്ട് മുരുക ഭഗവാനെക്കുറിച്ച് അറിയുമ്പോൾ അവർ ആദ്യമായിട്ട് കേട്ട ഒരു മന്ത്രമാണ് ഓം ശരവണഭവ എന്നുള്ള മന്ത്രം.
ഭഗവാൻ ഇങ്ങനെയൊരു ഭഗവാനുണ്ട്, ശരവണൻ എന്നുള്ള ഭഗവാനുണ്ട്, കൈലാസനാഥൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് എന്നെല്ലാം പാമ്പൻ സ്വാമികൾ അറിയുന്നത് തന്നെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഈ മന്ത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം, ചൊല്ലാം. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഉറപ്പിച്ച് ഞാൻ പറയാം, നമ്മൾ എത്ര മാത്രം ഭഗവാനെ നോക്കി ഒരടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ നോക്കി 3 അടി മുന്നോട്ട് വന്നിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അത്രയും ഫലപ്രദമായ മന്ത്രജപങ്ങളാണ് മുരുക ഭഗവാന്റേത്. ജപിച്ചു നോക്കൂ, ഫലമുറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ, ഭഗവാന്റെ തിരുകഥകൾ, തിരുനാമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.